നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദളപതി വിജയ്ക്ക് 51 വയസ്സ് തികയാണ്. ബാലനടനായി തുടങ്ങി നായകനായി സൂപ്പർ സ്റ്റാറായി എല്ലാവരുടെയും പ്രിയപ്പെട്ട ദളപതിയായി ഏകദേശം ഒരു 40 വർഷമായി വിജയ് അഭിനയ രംഗത്തേക്ക് എത്തിയിട്ട്. നമുക്കറിയാം തമിഴ്നാട്ടിലെ പോലെ തന്നെ വിജയുടെ സിനിമകളൊക്കെ ഇവിടെയും ഇരുകൈ നീട്ടി സ്വീകരിക്കാറുണ്ട്. നമ്മളിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ വിജയുടെ കാതലിക്ക് മര്യാദ, തുള്ളാത മനവും തുള്ളും, കുഷി, തിരുമലൈ, തിരുപ്പാച്ചി, ഗില്ലി, പോക്കിരി, തുപ്പാക്കി തുടങ്ങി ഇപ്പോൾ ഗോട്ട് വരെയുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിജയുടെ ഈ ഒരു പിറന്നാളുമായി ബന്ധപ്പെട്ടിട്ട് ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിജയുടെ ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ, അതേപോലെ തന്നെ ചില നഷ്ടങ്ങളെക്കുറിച്ചാണ്. അതെന്താണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം. വിജയുടെ തുടക്കകാലത്തെ സിനിമകളൊക്കെ സംവിധാനം ചെയ്തത് വിജയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ തന്നെയാണ്. ചില സിനിമകളൊക്കെ പരാജയപ്പെട്ടു, പക്ഷേ എങ്കിലും വിജയനെ വെച്ച് തന്നെ അച്ഛൻ സിനിമകൾ ചെയ്തു, ഹിറ്റായി, സൂപ്പർ ഹിറ്റായി. അങ്ങനെ പോകുന്നൊരു സമയത്താണ് വിജയുടെ കുറച്ച് സിനിമകളൊക്കെ പുറത്തുള്ള സംവിധായകരുടെ സിനിമകളൊക്കെ വിജയിച്ചു തുടങ്ങിയ സമയത്ത് എസ് എ ചന്ദ്രശേഖർ വിജയിനെയും വിജയകാന്തിനെയും വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്തു. അതായിരുന്നു പെരിയണ്ണ. എന്നാൽ ആ സമയത്ത് വിജയ് വേറെ കുറേ സിനിമകളുടെ തിരക്കായ കാരണം വിജയ്ക്ക് ചെയ്യാൻ പറ്റാതെ എസ് എ ചന്ദ്രശേഖർ അന്ന് അപ്കമിങ് ആയിരുന്ന സൂര്യയ്ക്ക് റോൾ കൊടുത്തു. അങ്ങനെ സൂര്യയാണ് അതിൽ വിജയകാന്തിൻ്റെ ഒപ്പം അഭിനയിച്ചത്. ആ സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റായി. അങ്ങനെ വിജയ് കാരണം സൂര്യയ്ക്കൊരു ഹിറ്റ് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട്, ഉള്ളത്തെ എളിത്ത. ആ സിനിമയുടെ പേര് പറഞ്ഞേക്കാട്ടും അതിലൊരു പാട്ട് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അഴകിയ ലൈല. നമ്മളിപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയിലൊക്കെ ആ പാട്ട് വീണ്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കാർത്തിക്കും രംഭയായിരുന്നു ആ സിനിമയിലെ നായകൻ. ശരിക്കും ആ സിനിമയുടെ തുടക്കം സുന്ദർ സി ആണ് സംവിധായകൻ. നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ അരൺമന പോലത്തെ സിനിമകളുടെയൊക്കെ സംവിധായകനാണ് നടി ഖുഷ്ബുവിൻ്റെ ഭർത്താവാണ്. സുന്ദർ സി ഈ സിനിമ ആദ്യം ആലോചിച്ചപ്പോൾ നായകനായിട്ട് വിജയനെയായിരുന്നു. പക്ഷേ വിജയ്ക്ക് ഇതേപോലെ തന്നെ ഡേറ്റിൻ്റെ ചില ക്ലാഷ് വന്നു. പിന്നെ കറങ്ങി തിരിഞ്ഞ് വിജയനെക്കാട്ടും സീനിയറായിട്ടുള്ള അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് കാർത്തിക്കിൻ്റെ അടുത്ത സിനിമ എത്തി. പടം ഭയങ്കര സൂപ്പർ ഹിറ്റായി. നമ്മളിപ്പോൾ നേരെ പെരിയണ്ണയെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പെരിയണ്ണ വിജയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സൂര്യ ചെയ്ത് ഹിറ്റായി. അതുപോലെ തന്നെ സൂര്യയുടെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട 2 സിനിമകളുണ്ട്. അതിലൊന്നായിരുന്നു ഉന്നേ നിന്നേത്ത്. നമുക്കറിയാം പാട്ടുകളൊക്കെ ഇന്ന് ഭയങ്കര ഹിറ്റാണ്. ആ സിനിമ ശരിക്ക് വിജയിനെയും ലൈലേനെയും വെച്ച് ഷൂട്ട് തുടങ്ങിയതാണ്. പക്ഷേ എന്തോ ചില കാരണങ്ങളുണ്ട് വിജയ് കുറച്ച് 2-3 ദിവസം അഭിനയിച്ച ശേഷം വിജയ സിനിമയിൽ നിന്ന് പിന്മാറി. അങ്ങനെയാണ് ആ സമയത്ത് ഫ്രണ്ട്സൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് മുൻനിരയിലേക്ക് വന്നിരുന്ന നടനായ സൂര്യയിലേക്ക് റോളെത്തി. സൂര്യ ഇത് ചെയ്തു, പണം ഭയങ്കര സൂപ്പർ ഹിറ്റായി. അതേപോലെ മറ്റൊരു സിനിമ, ആ സിനിമയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടുന്നത് കാക്കയാണ്. കാക്ക ശരിക്കും വിജയ് റിജക്റ്റ് ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഗൗതം മേനോൻ ആദ്യം മിന്നലെ കഴിഞ്ഞിട്ടാണ് കാക്കയിലേക്ക് വരുന്നത്. അപ്പോൾ സിനിമ പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ അന്നത്തെ ഒരു പോലീസ് റോളാണ്. അപ്പോൾ സൂര്യനൊന്നും അങ്ങനെ ഒരു പോലീസ് റോളായിട്ട് അന്ന് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അന്ന് ശരിക്കും ആദ്യം ശരത് കുമാർ, അതേപോലെ തന്നെ അജിത്ത്, ഇവരെ 2 പേരൊക്കെയായിരുന്നു ആദ്യം അപ്രോച്ച് ചെയ്തിരുന്നത്. പക്ഷേ അത് നടന്നില്ല. പിന്നെ വിക്രമിലേക്ക് എത്തി. ഇപ്പോൾ വിക്രം അന്ന് ജെമിനിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. പക്ഷേ വിക്രമിന് ആ സമയത്ത് ഡേറ്റിൻ്റെ പ്രശ്നമാണോ അതോ വിക്രം ആ സമയത്ത് പോലീസ് വേഷം ഉടനെ ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു വിക്രമും ചെയ്തില്ല. പിന്നെ മാധവനിലേക്ക് പോയി. മിന്നലയിലെ നായകൻ മാധവനായിരുന്നു. ഈ സമയത്ത് വിജയുടെ അടുത്തും അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷേ വിജയ് അന്ന് ഇതേപോലെ നമുക്കറിയാം പോലീസ് വേഷമൊന്നും അല്ല വിജയ് ചെയ്യുന്നത്. വിജയ് അന്ന് ഷാജഹാൻ പോലത്തെ സിനിമകളും അല്ലെങ്കിൽ തിരുമല പോലത്തെ സിനിമകളൊക്കെയാണ് അന്ന് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ വിജയും ഇതേപോലെ ചെയ്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നായികയായിട്ട് ജ്യോതിക ആദ്യം ഫിക്സ് ചെയ്തിരുന്നു. പിന്നീട് ജ്യോതികയുടെ തന്നെ ചില സിനിമകൾ നായകനായിട്ട് അഭിനയിച്ചിരുന്ന ഈ പറയുന്ന പോലെ ഉന്നേ നിന്നേത്തൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സൂര്യനെ അപ്രോച്ച് ചെയ്തു. സൂര്യ സിനിമ ചെയ്തു. സൂര്യയുടെ കരിയറിലെ തന്നെ ഒരു എന്താ പറയുക ഒരു ബ്രേക്ക് തന്നെയായിരുന്നു ആ ഒരു സിനിമ.